നെക്സ്റ്റ് മെത്തേഡ് കൂടിയാണ് പോസ്റ്റ് പേ ബാക്ക് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ്. ഇതുകൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. പോസ്റ്റ് പേ ബാക്ക് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് നമ്മുടെ ഇക്വേഷനാണ് പോസ്റ്റ് പേ ബാക്ക് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ ഇൻവെസ്റ്റ്മെന്റ് ഇൻറ്റു 100. പോസ്റ്റ് പേ ബാക്ക് പ്രോഫിറ്റബിലിറ്റി നമ്മൾ നേരത്തെ തൊട്ട് മുൻപ് പഠിച്ച മെത്തേഡാണ്. അപ്പോൾ അതിൽ നമ്മൾ പോസ്റ്റ് പേ ബാക്ക് പ്രോഫിറ്റ് നമുക്ക് കിട്ടും ഡിവൈഡഡ് ബൈ ഇൻവെസ്റ്റ്മെന്റ്, ഒറിജിനൽ ഇൻവെസ്റ്റ്മെന്റ് എത്രയാണെങ്കിൽ അത് ഇൻറ്റു 100. അപ്പോൾ ഇക്വേഷനും കൂടി നിങ്ങളൊന്ന് ഓർത്തു വയ്ക്കുക. ഞാൻ നമ്മുടെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ഫോർ ഈച്ച് ഓഫ് ദി ഫോളോയിങ് പ്രൊജക്ട്സ് കമ്പ്യൂട്ട് പേ ബാക്ക് പീരീഡ്, പോസ്റ്റ് പേ ബാക്ക് പ്രോഫിറ്റബിലിറ്റി, പോസ്റ്റ് പേ ബാക്ക് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ്. അപ്പോൾ മൂന്നാം നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ കണ്ടുപിടിക്കുക. പിന്നെ നമുക്ക് തന്നിട്ടുണ്ട് ഇനീഷ്യൽ ഔട്ട്ലേ 50,000, ദാറ്റ് ഈസ് ഇൻവെസ്റ്റ്മെൻറ്റ്. പിന്നെ ആനുവൽ ക്യാഷ് ഫ്ലോ ആഫ്റ്റർ ടാക്സ് ബിഫോർ ഡിപ്രീസിയേഷൻ തന്നെയാണ് നമുക്ക് വേണ്ടത്. ആഫ്റ്റർ ടാക്സ് ബിഫോർ ഡിപ്രീസിയേഷൻ 10,000 പറയുന്നുണ്ട്. ലൈഫ് പറയുന്നുണ്ട് 8 years. അതാണ് ഒരു കേസ്. സെക്കൻഡ് കേസ് എന്ന് പറയുന്നത് ഇനീഷ്യൽ ഔട്ട്ലേ എന്ന് പറയുന്നത് 50,000 ആണ്. സെക്കൻഡ് വരുന്നത് ആനുവൽ ക്യാഷ് ഫ്ലോ ആഫ്റ്റർ ടാക്സ് ബിഫോർ ഡിപ്രീസിയേഷൻ. ഫസ്റ്റ് 3 years 15,000 ആണ്. നെക്സ്റ്റ് 5 years 5,000 ആണ്. എസ്റ്റിമേറ്റഡ് ലൈഫ് എന്ന് പറയുന്നത് 8 years. മൊത്തം ലൈഫ് 8 years. ക്വസ്റ്റ്യൻ ആണ് പേ ബാക്ക് പീരീഡ് കണ്ടുപിടിക്കുക എന്നുള്ളത്. പേ ബാക്ക് പീരീഡ് ഫസ്റ്റ് കേസിലാണെങ്കിൽ ഈക്വൽ ആണ് ഇൻഫ്ലോ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നതാണ് I/C. I എന്ന് പറയുന്നതാണ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയത് 50,000 ആണ്. അപ്പോൾ 50,000 ഡിവൈഡഡ് ബൈ C എന്ന് പറയുന്നത് ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത് 10,000. അപ്പോൾ നമുക്ക് പേ ബാക്ക് പീരീഡ് എന്ന് പറയുന്നത് എത്രയാണ് കിട്ടുക? 5 years എന്നുള്ളത് കിട്ടും. അപ്പോൾ ഇതാണ് ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് 5 years. നമുക്ക് പേ ബാക്ക് പീരീഡ് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. പേ ബാക്ക് പീരീഡ് ഇൻവെസ്റ്റ്മെന്റ് ഡിവൈഡഡ് ബൈ ആനുവൽ ക്യാഷ് ഫ്ലോ. ഇൻവെസ്റ്റ്മെന്റ് 50,000 ഡിവൈഡ് ബൈ 10,000 നമുക്ക് 5 years കിട്ടി. ദെൻ പോസ്റ്റ് പേ ബാക്ക് പ്രോഫിറ്റബിലിറ്റി നമുക്കിവിടെ ഈക്വൽ ആണ് ഇൻഫ്ലോസ്. അപ്പോൾ ആനുവൽ ക്യാഷ് ഇൻഫ്ലോ ഇൻറ്റു എസ്റ്റിമേറ്റഡ് ലൈഫ് മൈനസ് പേ ബാക്ക് പീരീഡ്. ആനുവൽ ക്യാഷ് ഫ്ലോ ഈക്വൽ ആകുമ്പോൾ നമുക്ക് 10,000 ആണ്. ഇൻറ്റു എസ്റ്റിമേറ്റഡ് ലൈഫ് 8 years. അപ്പോൾ 8 years മൈനസ് നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുള്ള 5 years നമുക്ക് പേ ബാക്ക് പ്രോഫിറ്റബിലിറ്റി കിട്ടും 30,000. ഇതാണ് നമ്മൾ നെക്സ്റ്റ് ഇക്വേഷനിലേക്ക് യൂസ് ചെയ്യേണ്ടത്. പോസ്റ്റ് പേ ബാക്ക് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് എന്ന് പറയുമ്പോൾ പോസ്റ്റ് പേ ബാക്ക് പ്രോഫിറ്റ് നമുക്ക് കിട്ടിയിട്ടുള്ള ഈ 30,000 നമ്മൾ എടുത്തു ഡിവൈഡ് ബൈ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയത് 50,000 ആണ്. ഇൻറ്റു 100 നമുക്ക് 60% എന്നുള്ളത് കിട്ടും. ഇതാണ് ഫസ്റ്റ് കേസ്. ഇൻഫ്ലോസ് അവിടെ ഈക്വൽ ആണ്. നെക്സ്റ്റ് കേസ് എന്ന് പറയുന്നത് സെക്കൻഡ് കേസ് നമുക്ക് നോക്കാം. സെക്കൻഡ് കേസിലെ ക്യാഷ് ഇൻഫ്ലോസ് ഈക്വൽ അല്ല. അപ്പോൾ ഇവിടെ നമ്മൾ സെക്കൻഡ് കേസ് എടുക്കുകയാണെന്ന് വെച്ചെങ്കിൽ പേ ബാക്ക് പീരീഡ് കണ്ടുപിടിക്കാനായിട്ട് E+B/C എന്നുള്ള ഇക്വേഷനാണ് നമുക്ക് യൂസ് ചെയ്യേണ്ടത്. ഇവിടെ നോക്കൂ, ഫസ്റ്റ് ഇയറിൽ ക്യാഷ് ഫ്ലോ 50,000, സെക്കൻഡ് ഇയറിൽ 15,000, തേർഡ് ഇയറിൽ 50,000, ദെൻ ഫോർത്ത് ഇയറിൽ നമുക്ക് 5,000. ടോട്ടലി നമുക്ക് ക്യാഷ് ഔട്ട് ഫ്ലോ എന്ന് പറയുന്നത് 50,000 ആണ്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് 50,000 കിട്ടിയിട്ടുണ്ട്. ഏത് വർഷമാണ്? 4 year. അപ്പോൾ നമ്മുടെ പേ ബാക്ക് പീരീഡ് എന്ന് പറയുന്നതാണ് 4 year എന്ന് പറയുന്നത്. പേ ബാക്ക് പീരീഡ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്നതാണ് പോസ്റ്റ് പേ ബാക്ക് പ്രോഫിറ്റബിലിറ്റി. നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളത്. അപ്പോൾ ഈ കേസിലാണെങ്കിൽ നമുക്ക് പോസ്റ്റ് പേ ബാക്ക് പ്രോഫിറ്റബിലിറ്റി കണ്ടുപിടിക്കാനായിട്ട് ഇൻഫ്ലോസ് ഈക്വൽ അല്ല. ഓക്കെ, സെക്കൻഡ് കേസിലാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഇയറിൽ 15,000 ആണ്. അപ്പോൾ 15 ഇൻറ്റു 3 വെച്ചിട്ട് നമുക്ക് എത്ര കിട്ടും? 45 എന്നുള്ളത് കിട്ടും. ദെൻ 5,000 വെച്ചിട്ട് 5 ഇയറിലേക്ക് നമുക്ക് ടോട്ടൽ ചെയ്യുമ്പോൾ കിട്ടും 25 എന്നുള്ളത്. രണ്ടും കൂടി നമുക്ക് ടോട്ടൽ ചെയ്യുമ്പോൾ കിട്ടും 70,000 എന്നുള്ളത്. 70,000. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നതാണ് ടോട്ടൽ ക്യാഷ് ഇൻഫ്ലോസ് മൈനസ് ദെൻ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് 50,000 ആണ്. അപ്പോൾ നമ്മളത് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നതാണ് 20,000. അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത് പോസ്റ്റ് പേ ബാക്ക് പ്രോഫിറ്റബിലിറ്റി എന്ന് പറയുന്നത്. ദെൻ അപ്പോൾ നമ്മൾ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്കത് കിട്ടും. അതല്ലെങ്കിൽ വേറൊരു ഇക്വേഷൻ കൂടി ഉണ്ട് നിങ്ങൾക്ക് പോസ്റ്റ് പേ ബാക്ക് പ്രോഫിറ്റബിലിറ്റി കണ്ടുപിടിക്കാൻ. വേറൊരു ഇക്വേഷൻ എന്ന് പറയുന്നതാണ് ആനുവൽ ക്യാഷ് ഫ്ലോ ഇൻറ്റു റിമൈനിങ് ലൈഫ് ആഫ്റ്റർ പേ ബാക്ക് പീരീഡ്. അപ്പോൾ ഇവിടെ 5,000 ഇൻറ്റു 4 നമുക്ക് 20,000 കിട്ടും. ഓക്കെ, ഈ പേ ബാക്ക് പ്രോഫിറ്റബിലിറ്റിയിൽ നമുക്ക് കിട്ടുന്ന ഈ 5,000 ആനുവൽ ക്യാഷ് ഇൻഫ്ലോ 5,000 എന്ന് പറയുന്നത് പേ ബാക്ക് പീരീഡ് കഴിഞ്ഞ് വന്നിട്ടുള്ള ക്യാഷ് ഇൻഫ്ലോ ആണ്. ഓക്കെ, ഇവിടെ ഫോർത്ത് ഇയറിൽ നമ്മുടെ ക്യാഷ് ഇൻഫ്ലോ നമ്മൾ പറഞ്ഞു 5,000 ആണ് എന്നുള്ളത്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുണ്ട്. ഓൾറെഡി ക്വസ്റ്റ്യനിൽ നമുക്ക് നെക്സ്റ്റ് 5 years നോക്കൂടെ, നെക്സ്റ്റ് 5 years എത്രയാണ്? 5,000 വെച്ചിട്ട്. അപ്പോൾ അതിൽ മൊത്തം 5 വർഷമാണ്. അതിലത്തെ ഒരു വർഷം നമ്മളോട് എടുത്തു 5,000 വെച്ചിട്ട് നമ്മളിവിടെ പേ ബാക്ക് പീരീഡ് കാണാനായിട്ട് നമ്മൾ എടുത്തു. ഓക്കെ, അപ്പോൾ ഫോർത്ത് ഇയറിൽ നമ്മൾ എടുത്തിട്ടുണ്ട്. മൊത്തം 5 yearsലാണ് 5,000 വരുന്നത്. അപ്പോൾ നമ്മൾ അതിലത്തെ ഒരു വർഷം എടുത്തു. അപ്പോൾ ബാക്കിന് 4 വർഷം, അതാണ് ഇവിടെ വരുന്നത് 4 വർഷം. ഓക്കെ, ഈ 5,000 എന്ന് പറയുന്നത് പേ ബാക്ക് പീരീഡ് കഴിഞ്ഞ് വരുന്ന എമൗണ്ട് ഈക്വൽ ആണ്. അതാണ് ഇവിടെ ആനുവൽ ക്യാഷ് ഇൻഫ്ലോ അല്ലെങ്കിൽ ഇൻറ്റു റിമൈനിങ് എന്ന് പറയുന്നത്. റിമൈനിങ് ലൈഫ് പേ ബാക്ക് പീരീഡ് കഴിഞ്ഞ് വരുന്ന ലൈഫ് മൊത്തം ഇവിടെ 5 വർഷമായിരുന്നു. നമ്മൾ ഒരു വർഷം ഇവിടെ കവർ ചെയ്ത് കാരണം ഇവിടെ ബാക്കി 4 വർഷം. ഓക്കെ, അങ്ങനെയാണ് ഈ 5,000 ഇൻറ്റു 4 വരുന്നത്. അപ്പോൾ നമുക്ക് കിട്ടും 20,000. അതല്ലെങ്കിൽ
അല്ലെങ്കിൽ നമുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്താൽ പോസ്റ്റ് പേ ബാക്ക് പ്രോഫിറ്റബിലിറ്റി കിട്ടും. ദെൻ മൂന്നാമത്തെ നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻ ആണ് പോസ്റ്റ് പേ ബാക്ക് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് കണ്ടുപിടിക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് ഓൾറെഡി ഈ പോസ്റ്റ് പേ ബാക്ക് പ്രോഫിറ്റബിലിറ്റി കിട്ടിയിട്ടുണ്ട്. അത് നമ്മൾ ഇവിടേക്ക് അപ്ലൈ ചെയ്യുക. പോസ്റ്റ് പേ ബാക്ക് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് 50,000 ആണ്, 50,000 ആണ്, ഇൻറ്റു 100. ഓക്കെ, അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും 40%. ദെൻ ട്രഡീഷണൽ മെത്തേഡ്സിലെ ലാസ്റ്റ് വൺ ആണ് ARR എന്ന് പറയുന്നത്, ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ മെത്തേഡ്, അക്കൗണ്ടിങ് റേറ്റ് ഓഫ് റിട്ടേൺ മെത്തേഡ്, അൺഅഡ്ജസ്റ്റഡ് റേറ്റ് ഓഫ് റിട്ടേൺ മെത്തേഡ്, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നൊക്കെയാണ് നമ്മൾ ഈ മെത്തേഡിനെ പറയുക. നമ്മൾ ഷോർട്ടായിട്ട് ARR എന്ന് പറയും. നമുക്കത് ക്വസ്റ്റ്യൻ പേപ്പറിലെ essay ക്വസ്റ്റ്യനിൽ നമുക്ക് ചോദിക്കാറുണ്ട് ARR എന്നുള്ളത്. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ദെൻ ഇത് നമ്മൾ ബേസ് ചെയ്തിരിക്കുന്നത് അക്കൗണ്ടിങ് പ്രോഫിറ്റ് ആണ്, അല്ലാതെ നോട്ട് ക്യാഷ് ഫ്ലോസ്. ട്രഡീഷണൽ മെത്തേഡ്സ് ഒക്കെ നമുക്ക് എന്തായിരുന്നു, ക്യാഷ് ഫ്ലോസ് ആയിരുന്നു ബേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ ഈ ലാസ്റ്റ് മെത്തേഡ്, ട്രഡീഷണൽ മെത്തേഡ്സിലെ ലാസ്റ്റ് മെത്തേഡായിട്ടുള്ള ARR മാത്രമാണ് അക്കൗണ്ടിങ് പ്രോഫിറ്റിനെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. എന്താണ് ഈ അക്കൗണ്ടിങ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത്? ആഫ്റ്റർ ഡിപ്രീസിയേഷൻ ആൻഡ് ടാക്സ് ആണ്. അതായത് ഡിപ്രീസിയേഷന് മൈനസ് ചെയ്യണം, ടാക്സ് മൈനസ് ചെയ്തിട്ടുള്ളതാണ്. ക്യാഷ് ഇൻഫ്ലോസിൽ നിന്ന് ആദ്യം നമ്മൾ ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്യണം, ദെൻ നമ്മൾ ടാക്സ് മൈനസ് ചെയ്യുക. അതിനെ പറയുന്നതാണ് ആഫ്റ്റർ ഡിപ്രീസിയേഷൻ ആൻഡ് ടാക്സ്. അപ്പോൾ ഇത് നമുക്ക് ക്വസ്റ്റ്യനിൽ നമുക്ക് ചിലപ്പോൾ ചോദിക്കാറുണ്ട്. ബിഫോർ ടാക്സും ബിഫോർ ഡിപ്രീസിയേഷനുമാണ് നമുക്ക് തരിക. അപ്പോൾ നമ്മൾ അതിനെ ഏതിലേക്ക് കൺവേർട്ട് ചെയ്യണം? ആഫ്റ്റർ ഡിപ്രീസിയേഷൻ ആൻഡ് ടാക്സിലേക്ക് നമ്മൾ അതിനെ കൺവേർട്ട് ചെയ്തിട്ട് വേണം നമ്മൾ കണ്ടുപിടിക്കാനായിട്ട്. ദെൻ നമുക്കതിൻ്റെ ഇക്വേഷൻ വരുന്നുണ്ട്. ARRന്റെ ഇക്വേഷനാണ് ആവറേജ് ഇൻകം ഡിവൈഡഡ് ബൈ ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഇപ്പോൾ ആവറേജ് ഇൻകം എങ്ങനെ കാണുക? ടോട്ടൽ ഇൻകം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇയേഴ്സ് നമുക്ക് ആവറേജ് ഇൻകം കിട്ടും. ദെൻ ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നതാണ് ഒറിജിനൽ ഇൻവെസ്റ്റ്മെൻറ്റ് മൈനസ് സ്ക്രാപ്പ് വാല്യൂ. സ്ക്രാപ്പിനെ പറയുന്ന വേറൊരു പേരും കൂടിയാണ് സാൽവേജ് വാല്യൂ, ഡിവൈഡ് ബൈ 2 പ്ലസ് സ്ക്രാപ്പ് പ്ലസ് അഡീഷണൽ വർക്കിംഗ് ക്യാപിറ്റൽ. അപ്പോൾ ആദ്യം ഇവിടെ നമ്മൾ മൈനസ് സ്ക്രാപ്പ് മൈനസ് ചെയ്യാണ് ചെയ്യുന്നത്. ദെൻ സ്ക്രാപ്പ് നമ്മൾ ആഡ് ചെയ്യണു. അത് നമ്മൾ ചെയ്യാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് എത്രയാണോ ഒറിജിനലായിട്ട് നമുക്ക് വരുന്ന എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ എത്രയാണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ദെൻ അഡീഷണൽ വർക്കിംഗ് ക്യാപിറ്റൽ എന്തെങ്കിലും ആവശ്യമായിട്ട് വരുന്നുണ്ടെങ്കിൽ അതും കൂടി നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടണം. ARR മെത്തേഡ് എന്ന് പറയുന്നത് ഇത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. essay ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് ഇത് ചോദിക്കുന്നുണ്ട്. ARR ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ, അതിനെ പറയുന്ന വേറെ പേരുകളൊക്കെയാണ് അക്കൗണ്ടിങ് റേറ്റ് ഓഫ് റിട്ടേൺ, ദെൻ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. അതേപോലെ തന്നെ നമ്മളിതിൽ കൺസിഡർ ചെയ്യുന്നത് അക്കൗണ്ടിങ് പ്രോഫിറ്റ് ആണ്, നോട്ട് ക്യാഷ് ഫ്ലോസ്. എന്നാണ് അക്കൗണ്ടിങ് പ്രോഫിറ്റിൻ്റെ പ്രത്യേകത? ദാറ്റ് ഈസ് ഏണിങ്സ് ആഫ്റ്റർ ഡിപ്രീസിയേഷൻ ആൻഡ് ടാക്സ് ആണ്. ഓക്കെ, അതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. ആഫ്റ്റർ ഡിപ്രീസിയേഷൻ ആൻഡ് ടാക്സ്, രണ്ടും ആഫ്റ്റർ ആണ്, ഡിപ്രീസിയേഷന് ശേഷം ടാക്സിന് ശേഷം. അതാണ് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത്. അതിനെയാണ് നമ്മൾ അക്കൗണ്ടിങ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഇതിന് നമ്മൾ പറയും അൺഅഡ്ജസ്റ്റഡ് റേറ്റ് ഓഫ് റിട്ടേൺ എന്നും കൂടി നമ്മളിതിനെ പറയുന്നുണ്ട്. നമ്മൾ ഈ ARR നമ്മൾ കാണുന്നത് ആവറേജ് ഇൻകത്തിനെ ഡിവൈഡ് ചെയ്തിട്ട് ബൈ ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ ആവറേജ് ഇൻകം ഡിവൈഡഡ് ബൈ ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ് വെച്ചിട്ടാണ് ഏത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ARR കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നതാണ്. എന്താണ് ഫസ്റ്റ് സ്റ്റെപ്പ്? അക്കൗണ്ടിങ് പ്രോഫിറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ദാറ്റ് ഈസ് അക്കൗണ്ടിങ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഏണിങ്സ് ആഫ്റ്റർ ഡിപ്രീസിയേഷൻ ആൻഡ് ടാക്സ് ആണ്. അതായത് ക്യാഷ് ഇൻഫ്ലോസിൽ നിന്ന് നമ്മൾ എന്ത് മൈനസ് ചെയ്തിരിക്കണം? ആദ്യം ക്യാഷ് ഇൻഫ്ലോസിൽ നിന്ന് നമ്മൾ ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്തിരിക്കണം. ദെൻ അതിനുശേഷമാണ് നമ്മൾ ഏത് മൈനസ് ചെയ്യേണ്ടത്? ടാക്സ് മൈനസ് ചെയ്യേണ്ടത്. ഓക്കെ, രണ്ടും മൈനസ് ആണ് ഇവിടെ വരുന്നത്. അതിനുശേഷമുള്ള ഏണിങ്സ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. നമ്മുടെ പറയുന്നത് ഏണിങ്സ് ആഫ്റ്റർ ഡിപ്രീസിയേഷൻ ആൻഡ് ടാക്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സെക്കൻഡ് സ്റ്റെപ്പാണ് ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ് കണ്ടുപിടിക്കുന്ന ഇക്വേഷനാണ്. ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ് ഈക്വൽ ഒറിജിനൽ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലസ് സ്ക്രാപ്പ് ഡിവൈഡ് ബൈ 2 ഓർ ഒറിജിനൽ ഇൻവെസ്റ്റ്മെൻറ്റ് മൈനസ് സ്ക്രാപ്പ് വാല്യൂ ഡിവൈഡ് ബൈ 2 പ്ലസ് സ്ക്രാപ്പ് വാല്യൂ. നിങ്ങൾ ഈ ഇക്വേഷൻ നോക്കിയാൽ മതി. അത് നമുക്ക് ആദ്യം നമ്മൾ മൈനസ് ചെയ്യണം സ്ക്രാപ്പ് വാല്യൂന് പറഞ്ഞ വേറൊരു പേരും കൂടിയാണ് സാൽവേജ് വാല്യൂ. ദെൻ നമ്മളത് സ്ക്രാപ്പ് വാല്യൂ ആഡ് ചെയ്യുന്നുണ്ട്. അതിന് മെയിൻ റീസൺ എന്ന് പറയുന്നത് ഫസ്റ്റ് ഡിഡക്റ്റ് ചെയ്യും, ദെൻ നമ്മൾ ആഡ് ചെയ്യണത് മെയിൻ റീസൺ ആനുവൽ എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. ദെൻ അഡീഷണൽ വർക്കിംഗ് ക്യാപിറ്റൽ ചില സമയത്ത് പ്രൊജക്റ്റിന് ആവശ്യമുണ്ടെങ്കിൽ അതും കൂടി നമ്മൾ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ ഈ ഇക്വേഷൻ ഓർത്ത് വയ്ക്കുക. ദെൻ നമ്മൾ അഡീഷണൽ വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യണ ഇക്വേഷനും കൂടി നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ഒറിജിനൽ ഇൻവെസ്റ്റ്മെൻറ്റ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ചെയ്യുന്നതാണ് കോസ്റ്റ് അറ്റ് ദി ബിഗിനിങ് പ്ലസ് കോസ്റ്റ് അറ്റ് ദി എൻഡ്. രണ്ടും കൂടി ചേർന്നാണ് ഇതെന്ന് പറയുന്നത് ഒറിജിനൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അതായത് ഓപ്പണിംഗ് കോസ്റ്റ് പ്ലസ് ക്ലോസിംഗ് കോസ്റ്റ്
രണ്ടും കൂടി ചേർന്നാണ് ഒറിജിനൽ ഇൻവെസ്റ്റ്മെൻറ്റ്. അതൊന്ന് ശ്രദ്ധിക്കണേ. കോസ്റ്റ് അറ്റ് ദി ബിഗിനിങ്, അതിനെയാണ് നമ്മൾ ഓപ്പണിംഗ് കോസ്റ്റ് എന്ന് പറയുന്നത്, പ്ലസ് കോസ്റ്റ് അറ്റ് ദി എൻഡ്, ദാറ്റ് ഈസ് ക്ലോസിംഗ് സ്റ്റോക്ക്. രണ്ടും കൂടിയും ആഡ് ചെയ്യുന്നതാണ് ഒറിജിനൽ ഇൻവെസ്റ്റ്മെൻറ്റ്. 3 ആയിട്ട് പറയുന്നതാണ് ARR. നമ്മൾ മെത്തേഡ് ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്യുക. ARR കാണുന്ന ഇക്വേഷനാണ് ആവറേജ് ഇൻകം ഡിവൈഡഡ് ബൈ ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഇതൊക്കെയാണ് നമ്മൾ നേരത്തെ മുമ്പത്തെ സ്റ്റെപ്പിൽ കണ്ടിട്ടുള്ളത്. ആവറേജ് ഇൻകം എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? ടോട്ടൽ ഏണിങ്സ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇയേഴ്സ്. ദെൻ ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ പറഞ്ഞു. ഒറിജിനൽ ഇൻവെസ്റ്റ്മെൻറ്റ് മൈനസ് സ്ക്രാപ്പ് ഡിവൈഡഡ് ബൈ 2 പ്ലസ് സ്ക്രാപ്പ് പ്ലസ് അഡീഷണൽ വർക്കിംഗ് ക്യാപിറ്റലും. ഇക്വേഷൻ നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ദെൻ സ്ക്രാപ്പിനെ പറയുന്ന വേറൊരു പേരാണ് സാൽവേജ് വാല്യൂ എന്ന്. ARRൻ്റെ കേസിൽ നമ്മൾ ഏതാണ് സെലക്ട് ചെയ്യുക എന്നുള്ളത്. ഹയർ ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ ആണെങ്കിൽ അത് ബെറ്റർ പ്രൊജക്റ്റ് ആണ്. 2 മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 2 പ്രൊജക്റ്റുകൾ ഉണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും ഹയസ്റ്റ് ARR കിട്ടുന്ന പ്രൊജക്റ്റ് ആയിരിക്കും നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണത്. നോക്കൂ, ഇവിടെ ആക്സെപ്റ്റ് ചെയ്യണത് ARR ഏറ്റവും കൂടുതലായിട്ട് കിട്ടുന്ന പ്രൊജക്റ്റാണ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക. അതിപ്പോൾ ലെസ് ദാൻ ആണെങ്കിൽ കമ്പനിയുടെ ടാർഗറ്റ് റേറ്റ് ഓഫ് റിട്ടേണിനെയും കാട്ടിയും ലെസ് ദാൻ ആണെങ്കിൽ നമ്മൾ ആ പ്രൊജക്റ്റ് നമ്മൾ റിജക്റ്റ് ചെയ്യും. അപ്പോൾ 2 പ്രൊജക്റ്റ് ഉണ്ടെങ്കിൽ ARR ഏറ്റവും കൂടുതൽ ഏത് പ്രൊജക്റ്റിനാണെങ്കിൽ ആ പ്രൊജക്റ്റ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യും, സെക്കൻഡ് പ്രൊജക്റ്റ് നമ്മൾ റിജക്റ്റ് ചെയ്യും. എക്സാമ്പിൾ ശ്രദ്ധിക്കുക. പ്രൊജക്റ്റ് 2 പ്രൊജക്റ്റാണുള്ളത്. XY എന്ന് പറയുന്ന 2 പ്രൊജക്റ്റുകളാണുള്ളത്. അതിൻ്റെ ക്യാപിറ്റൽ കോസ്റ്റ് എന്ന് പറയുന്നതാണ് 40,000-ഉം 60,000-ഉം. ഏണിങ്സ് ആഫ്റ്റർ ഡിപ്രീസിയേഷൻ ഫസ്റ്റ് ഇയറിലാണെങ്കിൽ 5,000, വൈയുടെ കേസിൽ 8,000, സെക്കൻഡ് ഇയറിൽ 7,000, 10,000, 6,000, 7,000, 6,000, 5,000. കാൽക്കുലേറ്റ് ARR ഓഫ് പ്രൊജക്റ്റ് X ആൻഡ് Y. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ആയിട്ട് പറയുന്നത്. എന്താണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ARR ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇതിൻ്റെയൊക്കെ Xൻ്റെയും Yയുടെയും. ഇപ്പോൾ നമ്മൾ കൊടുക്കുക Xും Yയും കൊടുക്കുക. then എന്താണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ARR ആണ്. അപ്പോൾ നമ്മൾ ARR എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇക്വേഷൻ എഴുതുക. ARRൻ്റെ നമ്മുടെ ഇക്വേഷൻ എന്താണ്? ആവറേജ് ഇൻകം ഡിവൈഡഡ് ബൈ ആവറേജ് എന്താണ്? ഇൻവെസ്റ്റ്മെൻറ്റ്. അത് തന്നെ പ്രൊജക്റ്റ് വൈയുടെ കേസിലും ARR നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. ആവറേജ് ഇൻകം ഡിവൈഡഡ് ബൈ ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്ന ഇക്വേഷൻ നിങ്ങൾ അപ്ലൈ ചെയ്യുക. ആവറേജ് ഇൻകം നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? ടോട്ടൽ ഇൻകം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇയേഴ്സ്. സെയിം അതുപോലെ തന്നെ വൈയുടെ കേസിലും നമ്മൾ എഴുതുക. ദെൻ ടോട്ടൽ ഇൻകം നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? പ്രൊജക്റ്റ് Xൻ്റെ കേസിൽ നോക്കൂ. ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് എത്രയാണ്? നമ്മൾ ടോട്ടൽ ചെയ്യാം. ദറ്റ് ഈസ് 5 + 7 12, 12 + 6 എന്ന് പറയുമ്പോൾ 18, 18 + 6 എന്ന് പറയുമ്പോൾ 24,000. അതാണ് നമുക്ക് ടോട്ടൽ ഇൻകം. ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഇയേഴ്സ് എന്ന് പറയുമ്പോൾ എത്ര ഇയർ ആണ്? 1 2 3 4. അപ്പോൾ 24,000 ഡിവൈഡഡ് ബൈ 4. അതാണ് നമുക്ക് ഏത് ആവറേജ് ഏണിങ്സ് ആയിട്ട് അല്ലെങ്കിൽ ആവറേജ് ഇൻകം ആയിട്ട് പ്രൊജക്റ്റ് Xൻ്റെ കേസിൽ കിട്ടും. അപ്പോൾ നമുക്ക് 24,004 എന്ന് പറയുമ്പോൾ ആൻസർ കിട്ടും 6 എന്നുള്ളത്. ഓക്കെ. ദെൻ വൈയുടെ കേസിലാണ് വെച്ചെങ്കിൽ നമ്മൾ ടോട്ടൽ ചെയ്യുക. ദറ്റ് ഈസ് 8 + 10 18, 18 + 7 എന്ന് പറയുമ്പോൾ 25, 25 + 5 എന്ന് പറയുമ്പോൾ 30. അപ്പോൾ 30,000 ആണ് വൈയുടെ കേസിൽ. 30,000 ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഇയേഴ്സ് എന്ന് പറയുമ്പോൾ 4 ആണ്. അപ്പോൾ 30,000 ഡിവൈഡ് ബൈ 4 എന്ന് പറയുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും 7,500 എന്നുള്ള ആൻസർ. ഇതാണ് പ്രൊജക്റ്റ് വൈയുടെ കേസിലെ ആവറേജ് ഇൻകം എന്ന് പറയുന്നത്. ദെൻ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളതാണ് ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ് കണ്ടുപിടിക്കുക. ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഒറിജിനൽ ഇൻവെസ്റ്റ്മെൻറ്റ് നോക്കണം. ഒറിജിനൽ ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് ഓപ്പണിംഗ് ക്ലോസിംഗ് അങ്ങനെ വേണം. ഒറിജിനൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇവിടെ നമുക്ക് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെ തന്നിട്ടുള്ളൂ 40,000, ഇവിടെ 60,000. സ്ക്രാപ്പിൻ്റെ കാര്യമൊന്നും പറയുന്നില്ല, അഡീഷണൽ വർക്കിംഗ് ക്യാപിറ്റലും ഒന്നും പറയുന്നില്ല. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ പ്രൊജക്റ്റ് Xൻ്റെ കേസിലെ ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് 40,000 ഡിവൈഡഡ് ബൈ 2. ദെൻ പ്രൊജക്റ്റ് വൈയുടെ കേസിലാണെങ്കിൽ 60,000 ഡിവൈഡഡ് ബൈ 2. ഇതാണ് ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ്. നമുക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടും 20,000-ഉം ഇവിടെയാണെങ്കിൽ നമുക്ക് 30,000-ഉം. ഇതാണ് ഏത് ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ദെൻ നമ്മളത് ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് പ്രൊജക്റ്റ് Xൻ്റെ കേസിൽ ആവറേജ് ഏണിങ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട് 24,000, ടോട്ടൽ ഏണിങ്സ് ഡിവൈഡ് ബൈ 4 6,000. ദെൻ ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഒറിജിനൽ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മുടെ അടുത്ത് കോസ്റ്റ് അറ്റ് ദി ബിഗിനിങ്ങും അറ്റ് ദി എൻഡും നമ്മുടെ അടുത്ത് ഒരെണ്ണമേ തന്നിട്ടുള്ളൂ 40,000 ഡിവൈഡ് ബൈ 2 എന്ന് പറയുമ്പോൾ 20,000. ഞാൻ നമ്മൾ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യുകയാണ്. 6,000 നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് 6,000 ഡിവൈഡ് ബൈ 20,000 ഇൻറ്റു 100 നമുക്ക് കിട്ടും 30%. ദെൻ പ്രൊജക്റ്റ് വൈയുടെ കേസിൽ നമ്മൾ അങ്ങനെ തന്നെ ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്യുക. പ്രൊജക്റ്റ് വൈയുടെ കേസിൽ എന്ന് പറയുന്നത് ആവറേജ് ഇൻകം
നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് 30,000 ടോട്ടൽ ഏണിങ്സ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഇയേഴ്സ് ഫോർ ആൻസർ കിട്ടും 7,500. ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് തന്നിട്ടുണ്ട് 60,000 ഡിവൈഡ് ബൈ 2 എന്ന് പറയുമ്പോൾ 30,000. നമ്മൾ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യുക ARR ഈക്വൽ എന്ന് പറയുമ്പോൾ 7,500 ഡിവൈഡഡ് ബൈ 30,000 ഇൻറ്റു 100 ആൻസർ കിട്ടും 25%. അപ്പോൾ നമുക്ക് എക്സിൻ്റെ കേസിലാണെങ്കിൽ 30%, വൈയുടെ കേസിലാണെങ്കിൽ 25%. സെലക്ഷൻ ക്രൈറ്റീരിയ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ARR ഏറ്റവും കൂടുതൽ ഏത് പ്രൊജക്റ്റ് ആണെങ്കിൽ നമ്മളത് സെലക്ട് ചെയ്യുക. ഇവിടെ ഏറ്റവും കൂടുതൽ ആർക്കാണ് പ്രൊജക്റ്റ് എക്സിൻ്റെ കേസിലാണ്. അപ്പോൾ 30,000 പ്രൊജക്റ്റ് എക്സ് ആണ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക. ദാറ്റ് ഈസ് എക്സ് വിൽ ബി ആക്സെപ്റ്റഡ് ARR ഈസ് ഹയർ ദാൻ ദി പ്രൊജക്റ്റ് വൈ. ദി പ്രൊജക്ട്സ് ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഏത് പ്രൊജക്റ്റാണ് സെലക്ട് ചെയ്യുക? ആവറേജ് ARR ഏറ്റവും കൂടുതൽ ഏതിനാണോ ആ പ്രൊജക്റ്റാണ് നമ്മൾ സെലക്ട് ചെയ്യുക. ഈ കേസിലാണെങ്കിൽ പ്രൊജക്റ്റ് എക്സ് ആണ് നമ്മൾ സെലക്ട് ചെയ്യുക. ദെൻ അതിൻ്റെ അഡ്വാൻറ്റേജസും ലിമിറ്റേഷൻസും ഒക്കെ പറയുന്നുണ്ട്. ARRൻ്റെ കേസിൽ അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നതാണ് സിമ്പിൾ ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഈസി ടു അപ്ലൈ. മനസ്സിലാക്കാനും അപ്ലൈ ചെയ്യാനും എളുപ്പമാണ്. ഇത് നമുക്ക് എന്തൊക്കെ കൺസിഡർ ചെയ്യുന്നുണ്ട്? ഏണിങ്സ് ഓവർ ദി എൻറ്റയർ ലൈഫ് കൺസിഡർ ചെയ്യുന്നുണ്ട്. പേ ബാക്ക് പീരീഡിലെ ആണെങ്കിൽ നമ്മൾ പറഞ്ഞു ആ ഏണിങ്സ് നമുക്ക് എത്രയാണോ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മുടെ കയ്യിൽ നിന്ന് പോയത് വെച്ചെങ്കിൽ അത് മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ. പിന്നെ പോസ്റ്റ് പേ ബാക്ക് പ്രോഫിറ്റബിലിറ്റിയിൽ എൻ്റയർ ഏണിങ്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെയാണ് ARRൻ്റെ കേസിലും എൻ്റയർ ഏണിങ്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. ദെൻ പ്രോഫിറ്റബിലിറ്റി, ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോഫിറ്റബിലിറ്റി നോക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സുള്ള പ്രൊജക്ട്സിനെ നമുക്ക് കമ്പയർ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ദെൻ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ്റെ ബേസിലാണ് ഇത് ബേസ്. നമ്മൾ പറഞ്ഞു അക്കൗണ്ടിങ് പ്രോഫിറ്റ് ആണ് നോക്കുന്നത്, അല്ലാതെ ക്യാഷ് ഇൻഫ്ലോസ് അല്ല നോക്കുന്നത്, അക്കൗണ്ടിങ് പ്രോഫിറ്റ് ആണ്. ദാറ്റ് ഈസ് ഏണിങ്സ് ആഫ്റ്റർ ഡിപ്രീസിയേഷൻ ആഫ്റ്റർ ടാക്സ് ആണ്. അതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് അക്കൗണ്ടിങ് പ്രോഫിറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നതാണ് ടൈം വാല്യൂ മണി കൺസിഡർ ചെയ്യുന്നില്ല. അതേപോലെ തന്നെ ഡസ് നോട്ട് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ദി സൈസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് റിക്വയർഡ് ഫോർ ഈച്ച് പ്രൊജക്റ്റ്. നമ്മൾ സൈസ് നോക്കുന്നില്ല പ്രൊജക്റ്റിൻ്റെ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ തമ്മിൽ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അക്കൗണ്ടിങ് പ്രോഫിറ്റിനെയാണ് ഇത് ബേസ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ റേറ്റ് ഓഫ് റിട്ടേൺ മാത്രമാണ് ഇത് കൺസിഡർ ചെയ്യുന്നത്, നോട്ട് ദി ലൈഫ് ഓഫ് ദി പ്രൊജക്റ്റ്. ഇറ്റ് ഇഗ്നോർസ് ദി ഫാക്ട് ദാറ്റ് പ്രോഫിറ്റ് ക്യാൻ ബി റീഇൻവെസ്റ്റഡ്. പ്രോഫിറ്റ് നമുക്ക് വീണ്ടും റീഇൻവെസ്റ്റ് ചെയ്യാം എന്നുള്ളൊരു ഫാക്റ്റ് അവിടെ ഇഗ്നോർ ചെയ്യുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത്.